പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. തുടർഭരണം ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം 2025 ഒക്ടോബർ 10 കേരള മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു. PR വർക്ക് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 20 കോടി രൂപ ചെലവഴിക്കാം എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും വെൽഫെയർ മെഷേഴ്സിനെ കുറിച്ചും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അങ്ങനെ അത് ചെയ്യുക എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ ഇതേക്കുറിച്ച് ഉയരുന്ന ആരോപണം സെപ്റ്റംബർ 23 തന്നെ ഇക്കാര്യം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം CPMൻ്റെ ജില്ലാ കമ്മിറ്റികൾക്ക് ഈ സർവേയിൽ നമ്മുടെ സഖാക്കൾ തന്നെ ഈ സർവേക്ക് വേണ്ടി രംഗത്തിറങ്ങണം, അപ്പോൾ അങ്ങനെ ഈ സർവേയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളുടെ ലിസ്റ്റ് സെപ്റ്റംബർ 30 മുമ്പ് ജില്ലാ കമ്മിറ്റികൾ സ്റ്റേറ്റ് ലീഡർഷിപ്പിന് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി സെപ്റ്റംബർ 23 കത്തയച്ചത് എന്ന് ആരോപണമുയർന്നിരിക്കുന്നു. ഭരണം ഉറപ്പാണല്ലോ, അപ്പോൾ പിന്നെ PR വർക്ക് കൂടി ആവശ്യമാണ്. അപ്പോൾ ഈ വാർത്തകൾക്കിടയിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വാർത്ത 2021 മെയ് 10 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അവരുടെ പേര് ഉഷ ജോസഫ് എന്നാണ്. അവർ അവിടെ ചികിത്സ തേടി അവരുടെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് അവർ ചികിത്സ തേടിയത്. അങ്ങനെ ഇപ്പോൾ അതിനെക്കുറിച്ച് വരുന്ന വാർത്ത, വയറ്റിൽ കത്രികയുമായി വേദന തിന്നി കഴിയുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വർഷം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ 40 ചിറ ഉഷ ജോസഫ് 59 വയസ്സുള്ള ആളാണ് ഇങ്ങനെ ഇത് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, CPMൻ്റെ നേതൃത്വത്തിലുള്ള സൈബർ അണികൾ അല്ലെങ്കിൽ അവർ സൈബർ ഡെത്ത് നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് 2016 മുമ്പുള്ള അല്ലെങ്കിൽ 2011-16 കാലഘട്ടത്തിലെ സർക്കാരിൻ്റെ പോരായ്മകളെക്കുറിച്ച് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ആ കാലഘട്ടത്തിലെ ചാനൽ ചർച്ചകൾ, പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ഇവ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവർ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ചർച്ച ചെയ്ത വിഷയങ്ങളെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമായി താരതമ്യം ചെയ്യാത്തത്? ഞാൻ ഈ ന്യൂസ് 18, ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള ചാനലുകളിൽ 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ നടന്ന ചർച്ചകൾ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ നടന്ന ചർച്ചകൾ ശ്രദ്ധിച്ചു. അപ്പോൾ അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്ക് തുടർഭരണം എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് തുടർഭരണം എന്നുള്ള വാക്ക് അന്ന് ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതൊരു കീ വേർഡായിട്ട്, മോസ്റ്റ് റിപ്പീറ്റഡ് വേർഡായിട്ട് വരുന്നില്ല നമ്മുടെ ചർച്ചകളിൽ. അപ്പോൾ ഈ ഒരു വീട്ടമ്മയെക്കുറിച്ചുള്ള ഈ വാർത്ത വരുന്ന സന്ദർഭത്തിൽ ഞാൻ വിയറ്റ്നാമിൽ നിന്നും 2021 ജൂൺ 18 വന്ന ഒരു വാർത്ത വായിക്കാം. അതിങ്ങനെയാണ്: ഡിറ്റർമിൻ ലീഡർഷിപ്പ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് പബ്ലിക് ഹെൽത്ത് സർവീസ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഈ 3 കാര്യങ്ങൾക്ക് ഒരു ഡിറ്റർമിൻ ലീഡർഷിപ്പ് ആരോഗ്യ മേഖലയിലുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി ബേസ്ഡ് പബ്ലിക് ഹെൽത്ത് ഉണ്ടെങ്കിൽ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ സേവ് ലൈവ്സ് എന്ന് കാണിച്ചു തന്നു കേരളത്തിലെ ആരോഗ്യരംഗം. അതുകൊണ്ട് തന്നെ അന്ന് ശൈലജ ടീച്ചർക്ക് ലോകാടിസ്ഥാനത്തിൽ തന്നെ അതിനു മുമ്പ് നോബൽ സമ്മാനം നേടിയ ആളുകൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള രീതിയിലുള്ള വലിയ അംഗീകാരം ശൈലജ ടീച്ചർക്ക് ലോകാടിസ്ഥാനത്തിൽ തന്നെ ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലം എന്തായിരുന്നു? മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് ലഭിച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 60,963 വോട്ടുകളായിരുന്നു. 61.97% വോട്ട് നേടിയാണ് അവർ വിജയിച്ചത്. അതേസമയം സഖാവ് പിണറായിയോ 59.6% വോട്ട് നേടി. അത് 50,123 വോട്ടുകൾക്കാണ് സഖാവ് പിണറായി വിജയിച്ചത്.
അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. അന്ന് ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പിന് അത്രമാത്രം ജനപ്രീതി നേടാൻ, ലോകശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് വലിയ രീതിയിൽ പരാതികൾ ഉയരുകയാണ്. ഇവിടെ ഡോക്ടർമാർ തന്നെ ഈ അടുത്തിടെ ഒരു ദിവസമാണ് അവർ സമരം ചെയ്തത്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വാർത്ത വായിക്കാൻ ആഗ്രഹിക്കുന്നു ഹിന്ദുവിൽ നിന്ന്. പെറ്റീഷനേഴ്സ് അലജ് ഫണ്ട് മിസ്യൂസ്, ദ കേരള ഹൈക്കോർട്ട്സ് ഇൻ്റർവെൻഷൻ ഈ പി ആർ വർക്കിലെ കാര്യത്തിൽ വാസ് ഓൺ ദ ബേസിസ് ഓഫ് എ റിട്ട് പെറ്റീഷൻ അലിജിങ് ദാറ്റ് ദ പ്രോഗ്രാം വയലേറ്റഡ് ദ റൂൾസ് ഓഫ് business framed under Article 166 in bracket 3 of the Constitution in as much as the subject matter of the program relating to collection of development inputs and evaluation of welfare schemes fell within the domain of departments and not the Information and Public Relations Department. അപ്പോൾ അതേക്കുറിച്ചാണ് ഞാനിപ്പോൾ പി ആർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സൈബർ ഇടങ്ങളിൽ കണ്ട ഒരു പ്രചരണം ഞാൻ കണ്ടത്, യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിലവിലുള്ള എം എൽ എമാരിൽ 21 പേരും ഒന്നിൽ കൂടുതൽ തവണ എം എൽ എമാരായവരാണ്. അങ്ങനെ ഇരിക്കെ ഇവർക്ക് എങ്ങനെയാണ് തുടർ ഭരണം എന്നുള്ള ആശയത്തെ എതിർക്കാൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ തുടരെ ജനപ്രതിനിധികളാകുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് തുടരെ അധികാരത്തിൽ വരാൻ കഴിയണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ ആ ലിസ്റ്റിൽ അവർ കാണിച്ചിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് ഏറ്റവും കൂടുതൽ കാലം എം എൽ എമാരായതായി കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ അതേക്കുറിച്ച് പരിശോധിച്ചപ്പോൾ നമ്മുടെ ആനത്തലവട്ടം ആനന്ദൻ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവുണ്ടായിരുന്നു. അദ്ദേഹം 1987-ലും 96-ലും 2006-ലും ഒക്കെ എം എൽ എ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വാസ് എം എൽ എ ഫ്രം ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും മന്ത്രിയാകാൻ അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 5-ാമത്തെ തവണയാണ് എം എൽ എ ആയത്. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അദ്ദേഹം ഒരു മന്ത്രിയാവാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. ടി എൻ പ്രതാപൻ ഇപ്പോൾ എം എൽ എ അല്ലെങ്കിലും അദ്ദേഹം ദീർഘകാലം എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിയാവാൻ അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ എത്ര തവണ മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് മാത്രം അത്, അതായത് ഒരു വ്യക്തി എത്ര തവണ, ഒരു യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജനപ്രതിനിധി ഒത്തിരി തവണ എം എൽ എ ആയി എന്നുള്ളത് ഭരണത്തുടർച്ചയ്ക്കുള്ള ഒരു ന്യായമാകുന്നില്ല. അല്ലെങ്കിൽ ഭരണത്തുടർച്ചയുണ്ടായാൽ അത് പവർ കറപ്റ്റ് സബ്സല്യൂട്ട്ലി ഈ തുടർ ഭരണം അധികാര ദുർവിനിയോഗത്തിന് കാരണമാകും, അല്ലെങ്കിൽ അത് പവർ സെൻട്രലൈസ് ചെയ്യപ്പെടുന്നതിന് കാരണമാകും എന്നുള്ള വിമർശനത്തിന് മറുപടിയായിട്ടാണ് ഇവർ ഈ യു ഡി എഫിൻ്റെ എം എൽ എമാരിൽ വലിയൊരു വിഭാഗവും ഒന്നിൽ കൂടുതൽ തവണ എം എൽ എമാരായവരാണ് എന്ന് പറയുന്നത്. അതൊരു ശരിയായ ന്യായമല്ല. അങ്ങനെ എം എൽ എമാരായി എന്നുള്ളത് കൊണ്ട് മാത്രം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അവരെത്തണമെന്നില്ല. അവർ ആ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളായിരിക്കും. ചിലരൊക്കെ അവർ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ റിയൽ പവർ എന്ന് പറഞ്ഞാൽ അത് ലെജിസ്ലേറ്ററിൻ്റെ അടുത്തല്ല, അത് എക്സിക്യൂട്ടീവിൻ്റെ അടുത്താണ്. ഡെമോക്രസിയിൽ, ഇന്ത്യയെ പോലെ ഒരു ഡെമോക്രസിയിൽ എം എൽ എമാരായി എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഒരു അധികാരത്തിൻ്റെ സൂചനയായി കാണാൻ കഴിയില്ല. ദേ ആർ മിയർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ കൂടുതൽ കാലം പ്രതിപക്ഷത്തിരുന്ന എം എൽ എമാരാണെങ്കിൽ അവരത്ര പവർഫുള്ളൊന്നും ആവില്ല. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളതാണ് അധികാരത്തിൻ്റെ ഒരു സൂചകമായി നമുക്ക് കാണാൻ കഴിയുക, ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമായി എന്നുള്ളതല്ല. അപ്പോൾ സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള ഈ പ്രചരണങ്ങൾ, സി പി എമ്മിൻ്റെ സൈബർ അണികളുടെ പ്രചരണങ്ങൾ കേരളീയ പൊതുസമൂഹം എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം. അതിനിടയ്ക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. സി പി ഐയുടെ നേതാവ് ബിനോയ് വിശ്വവുമായി ഈയിടെ മലയാള മനോരമ ദിനപത്രം ഒരഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നൽകിയിരിക്കുന്ന തലക്കെട്ടിതാണ്, ദൈവത്തിൻ്റെ സ്വർണം മോഷ്ടിച്ചവർക്ക് ശിക്ഷ ഉറപ്പാണെന്നുള്ളതാണ്. അതൊക്കെ അങ്ങനെ സഖാവ് ബിനോയ് വിശ്വം തന്നെ പറയണം. നമുക്ക് നോക്കാം, മോഷ്ടിച്ചവർക്ക് ശിക്ഷ ലഭിക്കുമോ എന്നുള്ളതൊക്കെ
നമുക്ക് കാത്തിരുന്ന് കാണാം.